താങ്ക് യു. കാരണം എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഈ നിമിഷം നമ്മൾ ഒരു മഞ്ഞുമല ബോയ്സ് എന്ന് പറയുന്ന നല്ലൊരു മൂവി ഉണ്ടാക്കിയതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മയും ഈ എന്താ പറയുക, നിങ്ങളെല്ലാവരും ഇത്ര നാളും ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഇത്ര നാളല്ലേ ഇത്ര നേരം എനിക്കിപ്പോൾ ഭയങ്കര അടിപൊളി. താങ്ക് യു സോ മച്ച് നമ്മളെല്ലാവരും ഏറ്റെടുത്തേക്ക്. അപ്പം എന്താ പറയണ്ടേ? സീൻ മാറ്റെന്ന് പറഞ്ഞ ആളല്ലേ? സീൻ മാറ്റി. ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നത്തെ രാത്രി. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എന്താ പറയാ, മറ്റേ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പടത്തിന്റെ ഡൈനാമിക് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ സൈഡിലോട്ട് നോക്കി ആൾക്കാർ എങ്ങനെയാണ് ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം സീറ്റിന്റെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ നഖം കടിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആൾക്കാർ ടെൻഷൻ അടിച്ച് മരിക്കണ്ടായിരുന്നു. അപ്പം ഇമോഷണൽ ഞാനും കുറച്ച് കാണുന്നു സത്യം പറഞ്ഞാൽ. ആൾക്കാരും കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടപ്പം ഭയങ്കര ഇമോഷണലായി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കി എല്ലാവരും സംസാരിക്കും ഭയങ്കര ബേസ് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ തന്നതാ. ആദ്യം വന്നവർക്ക് ഇത്രയും ക്യാമറകൾ, ഇത്രയും ആൾക്കാർ, അതിനാദ്യം വലിയൊരു നന്ദി. താങ്ക് യു സോ മച്ച്. ഇത്രയും ക്യാമറ ഒരുമിച്ച് കാണാൻ പറ്റിയില്ല. ആസ് എ ഫിലിം മേക്കർ ഐ ആം വെരി ഹാപ്പി. ആൻഡ് ആദ്യം നന്ദി ടു ദ ഹോൾ ക്രൂ. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞത് വലിയ ഒരു പരിപാടിയാകും. അതുകൊണ്ട് ടു ദ ക്രൂ ആൻഡ് ദ കാസ്റ്റ് ആൻഡ് ദ ഓഡിയൻസ് ആൻഡ് above all that റിയൽ മഞ്ഞുമൽ ബോയ്സ്. അവരാണ് ഇതെല്ലാം. അവരില്ലെങ്കിൽ അവരുള്ളതുകൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത്. അവർ അനുഭവിച്ച കഷ്ടപ്പാട് കൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ലെറ്റ്സ് റിമെമ്പർ ദാറ്റ് ആൻഡ് ക്ലാപ്സ് ടു ദാറ്റ് ബോയ്സ്. താങ്ക് യു. അനേകം കാര്യങ്ങൾ അജയനെ പറ്റി വരട്ടെ. ഞാൻ അജയനോട് സംസാരിക്കാം. ഇതില് ഇല്ല, ലെറ്റ് ഹിം ടോക്ക്. ഹലോ, വളരെയധികം സന്തോഷമുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് ഇത്രയധികം ക്യാമറകൾ ഒരുമിച്ച് കാണുന്നത്. കൊച്ചിയിലെ ഇത്രയും നമുക്ക് വളരെ സന്തോഷമായി. ഈ സിനിമയോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. ഇത് വലിയൊരു സിനിമയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ എന്താണ് സുഷിൻ പറഞ്ഞത്. സുഷിൻ കുറെ പ്രാവശ്യമായിട്ട് കണ്ട ഒരു സിനിമയായിരിക്കും ഇപ്പൊ നമ്മൾ എഡിറ്റിന്റെ മ്യൂസിക് ചെയ്യുമ്പോഴൊക്കെ. അപ്പൊ അത് ഞങ്ങളൊക്കെ അത്രയും ബുദ്ധിമുട്ടി ചെയ്തൊരു ഇതാണ്. പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്തൊരു വർക്കായിരുന്നു ശരിക്കും. നിങ്ങൾക്ക് ആ സിനിമ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും. അത്രയും ഹൈറ്റുള്ള ഒരു സ്ഥലം, നമ്മൾ അത്രയും വലിയൊരു സ്ഥലം, അതിന്റെ കുഴികൾ, അങ്ങനെയൊക്കെ നമ്മൾ അത്രയും ചെയ്തെടുത്ത് നമ്മൾ അതിന്റെ റിയൽ ലൊക്കേഷനിൽ പോയി അത്രയും നമുക്ക് കുറെ കഷ്ടപ്പാടുണ്ടായിരുന്നു ഈ സിനിമ. പക്ഷെ അതൊക്കെ ഈ നമ്മൾ ഇങ്ങനെ സക്സസ് ആയിട്ട് ഭയങ്കര സന്തോഷം. ഈ സിനിമയോടൊപ്പം നിന്ന് ആ സിനിമയിൽ നമ്മളെ പാർട്ടി കൂടിയായത് നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്കത് അത്ഭുതമായിരുന്നു. മറ്റ് ആൾക്കാരനെ അത് ചെയ്തു വെച്ചിട്ടെന്ന് പറയുന്നതല്ലാതെ അത് ചെയ്തത് അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് നമ്മൾ വിചാരിക്കും. സന്തോഷം. എല്ലാ ആളുകളും സ്ക്രീനിൽ മാത്രമാണ് ലോക്കോ മാത്രം കാണുന്നത്. ഓൺലൈൻ സപ്പോർട്ടേഴ്സ്, അപ്പൊ എല്ലാവരും നന്ദി. ഒരു കാര്യം ആഡ് ചെയ്യാൻ, ഈ പടത്തിൽ കാരണം അത് നിങ്ങൾക്ക് ഏതാണ് ഇതെന്ന് മനസ്സിലാവില്ല. ഇതില് അതാണ് അജയേട്ട വിജയം. താങ്ക് യു.
ഹലോ. താങ്ക് യു സോ മച്ച്. ശരിക്കും സന്തോഷത്തെക്കാളുപരി ഒരു പ്രൗഡ് മൊമെന്റാണ് നമ്മൾ നിൽക്കുന്നത്. കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു സിനിമ, ഇത്രയും ഒരു ഗംഭീര സിനിമ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വലിയ പ്രൗഡ് മൊമെന്റ് നിൽക്കുന്നത്. സോ എന്തായാലും പടം ഹലോ പടം വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സോ പടം കാണാം. താങ്ക് യു സോ മച്ച്. അല്ല, സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ സിനിമ ഞാൻ ഫുള്ള് ഒരു സിനിമ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സിനിമ കേൾക്കുന്നുണ്ടോ? അപ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ചൊരു സിനിമയാണ്. കാരണം ഇത്രയും സിനിമ അഭിനയിച്ചതിന് ശേഷം നമ്മളൊരു സിനിമ എന്താണ് ഇപ്പൊ സുഷി പറഞ്ഞ ചില സീനിലേക്ക് ഞാൻ കാര്യം. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തൊരു സിനിമയാണ്. ഇപ്പൊ ഇത്രയും വർഷമായിട്ട്. അപ്പൊ ഉറപ്പായിട്ടും ഈ സിനിമ മലയാള സിനിമകളോടത്തോളം ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരും ഈ സിനിമയിലെ ടെക്നീഷ്യൻസും ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ജനുവനായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ സിനിമ നിലനിൽക്കുന്ന ഒരു സിനിമയായിട്ട് മലയാളം സിനിമയുള്ളിടത്തോളം കാലം ഈ സിനിമ നിലനിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഉറപ്പായിട്ടും നിലനിൽക്കും. ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ, ഇത് 2ാം ദിവസം 3ാം ദിവസം ഈ പറയുന്ന ഒരു 100 ദിവസം കടക്കും ഈ സിനിമ. ഉറപ്പായിട്ടും അങ്ങനെ കടക്കട്ടെ. ഈ സിനിമയിൽ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത്രയും വലിയ സിനിമ ഒരു സ്റ്റാറിന് അല്ലെങ്കിൽ ഒരാൾക്കൊരു 100 കോടി അല്ലെങ്കിൽ ഒരു 10 കോടി കൊടുത്ത് അഭിനയിച്ചൊരു സിനിമയല്ല. കാരണം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗഭിക്കാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്ത്. അല്ല, അത്രയും പ്രൊഡ്യൂസ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ സൗഭിക്കാണ് ഇങ്ങനത്തെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, കാരണം ഈ സിനിമ എന്താണെന്ന് അറിയണം, ഈ സിനിമ മുൻകൂട്ടി കാണണം. ഈ സിനിമ എന്തായിരിക്കും, ഇതിന്റെ ഔട്ട്കം എന്തായിരിക്കും, ഈ സിനിമ ഇന്ന് തിയേറ്ററിൽ നമ്മൾ കണ്ട ഒരു വേർഷൻ സിനിമ കാണാനുള്ള ഒരു കഴിവ് മുൻകൂട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും പൈസ ഈ സിനിമയ്ക്ക് മുടക്കാൻ വേണ്ടി ഒരാൾ തയ്യാറാവുള്ളൂ. അപ്പോൾ അങ്ങനെ മുടക്കിയതിന് ഈ സിനിമയ്ക്ക് അങ്ങനെ മുടക്കാൻ കാണിച്ചൊരു ഇതിന് ഉറപ്പായിട്ടും മനസ്സിന് സൗഭിക്ക് താങ്ക് യു. പിന്നെ ഇതിൽ കാസ്റ്റ് ചെയ്ത് ഗണപതി എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഗണപതിയാണ് എന്നെ കാസ്റ്റ് ചെയ്ത്. അപ്പോൾ ഗണപതിക്ക് താങ്ക് യു. കാരണം ഈ സിനിമ നിലനിൽക്കും, അത് 100% ഉറപ്പാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം. അത്രയും ഈ സിനിമ കാണുക. ഈ സിനിമ ദി ഒറിജിനൽ മഞ്ഞുമേൽ ബോയ്സിന് ഡെഡിക്കേറ്റ് ചെയ്തു നമ്മളെല്ലാവരും. അപ്പം അവരുടെ കഥ ചിതു വളരെ ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ട് ഷജുക്ക, സൗഭിക്ക, സുഷിൻ എല്ലാവരുടെയും സപ്പോർട്ട്, സ്നേഹം വേണം. താങ്ക് യു സോ മച്ച്. പടം കാണാത്ത താങ്ക് യു. ഞാൻ ഇടയ്ക്ക് ഇൻട്രപ്റ്റ് ചെയ്തോട്ടെ. ഇതിൽ നമ്മളിപ്പോൾ ഇതുവരെ മുമ്പുള്ള പ്രൊമോഷൻസ് കൊണ്ട് മഞ്ഞുമേൽ ബോയ്സ് ആണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പടം ഇറങ്ങി. ഇതിൽ നമ്മുടെ തമിഴ് കാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേര് നമുക്ക് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. വിജയ് മുത്തു സാർ, ശശികുമാർ സാർ. അവരുടെ மலையாள சினிமாவுக்கு ஃபஸ்ட்டு இந்த படத்து மூலமாக வரேன். சில பேருக்கு லாங்குவேஜ் புரியாமல் இருக்கலாம், தமிழ். இதனால் நம்ம சொல்ல வர விஷயம் இந்த படத்தில் நான் ரொம்ப தேங்க்ஸ் பண்ணிக்கிறது சித்து சார், அப்புறம் எங்களோட ப்ரொடியூசர் சௌபின் சார், அப்புறம் என்னோட காஸ்டியூம் டைரக்டர், ஆர்ட் டைரக்டர், இதுக்கு மேலே என்னுடைய கேமராமேன், என்னுடைய மியூசிக் டைரக்டர், ஆல் ஆஃப் என்னுடைய கொஞ்சம் பேர் வாய்ஸ். இவங்க இந்த சில இடங்களில் அடித்ததெல்லாம் ஒரிஜினலாகவே தான் அவங்க மேலே பட்டது. அதுக்கெல்லாம் இந்த இடத்துல சாரி சொல்லிக்கிறேன். அப்புறம் இந்த படம் எல்லாருமே இன்னைக்கு இவ்வளவு தூரம் ஆடியன்ஸ்க்கு கொண்டு சேர்த்துருக்குன்னா, இந்த படத்துக்கு முன்னாடி ஒரு ப்ரொடியூசருக்கு எவ்வளோலாம் பேலன்ஸ் பண்ணியிருக்காங்கிறது இதில் ஒரு பெரிய விஷயம் இருக்குது. என்னன்னா, மார்னிங் அந்த மிஸ்டில் இந்த 11 பேரும் அந்த 7 o'clock அங்கே ஷூட்டிங் ஸ்பாட்டில் அசம்பிள் ஆகும். இதுக்கு இவங்க 4 o'clock அந்த ஸ்பாட்டுக்கு வந்தாகும். இந்த 4 o'clock வந்தாங்கன்னா தான் அந்த மிஸ்ட்டு வெளியில் போகிறக்குள்ளேயே இந்த ஷார்ட் எடுத்து முடிச்சாகும்.
அந்த ஷார்ட் 2 hours தான் எடுக்க முடியும். அப்புறம் பிரேக் விட்டுருவாங்க. அப்புறம் பிரேக் விட்டு ஈவினிங் தான் அந்த ஒரு 2 hours தான் ஷூட் போகும். ஸோ இதை ப்ரொடக்ஷன் பண்றதுக்கு எவ்வளவு பெரிய தைரியம் வேணுங்கிறதுக்கு சௌபின் சார் உண்மையிலேயே எல்லாருமே வெல்கம் பண்ணணும். அப்புறம் அந்த குகைக்குள்ள எல்லா ஆர்டிஸ்டும் ஒரே ஷாட்ல இருந்தாலும் ஒரு ஆளுக்கு ஏதாவது ஃபீவர் இந்த மாதிரி ஏதாவது ப்ராப்ளம் வந்ததுன்னா அந்த தொடர் ஷூட் போக முடியாது. ஸோ இந்த மாதிரிலாம் அந்த படம் ரொம்ப இயற்கையோட பல சுச்சுவேஷனை தாண்டி தான் இந்த மூவி வந்திருக்கு. இது கேரளா ஆடியன்ஸ் இல்லை, வேர்ல்ட் ஆஃப் எல்லாருக்குமே கனெக்ட் ஆகக்கூடிய ஒரு படம். எல்லா இடத்துலையுமே நீங்கள் கேமராமேன்லேயே ஒரு 6 பேர் பாய்ஸ் இருப்பீங்க, அந்த மாதிரி தான் இந்த படம். ஸோ அந்த மாதிரி ஒரு எல்லா இடத்துலையும் இருக்கக்கூடிய ஃப்ரெண்ட்ஸ்களுக்கு இது கனெக்ட் ஆகும். நீங்கள் வந்திருக்கிற எல்லாரும் இந்த படத்தை அடுத்த கட்டத்துக்கு மூவ் பண்ணணும். தேங்க்யூ தேங்க்யூ தேங்க்யூ. எல்லாருக்கும் வணக்கம். நான் இதான் ஃபர்ஸ்ட் டைம் மைக்கில் பேசுகிறேன். இதை தப்பாக இருந்தாலும் மன்னிச்சுக்கோங்க. நீங்கள் எல்லாம் பார்த்துருப்பீங்க தமிழ் படம் சினிமா படம் அன்போடு அது எல்லாருமே நீங்கள் லவ் மூடில் பார்த்துருப்பீங்க. ஆனால் அந்த லவ் உண்மையானவே அந்த லவ் பிரியவே பிரியாத ஒரு லவ் அது இந்த படத்துல இருக்கு. நானே இப்பதான் ஃபீல் பண்ணேன், ஓ இப்படி ஒரு லவ் இருக்கு, நம்ம ஏன் தேவையில்லாம வேற லவ் எல்லாம் பண்ணி போயிருக்கோம். ஆனா உண்மையுமே லவ்னா இதுதான். அந்த பாட்டுக்கான உண்மையான அர்த்தம் இந்த படத்துல இருக்கு. நீங்க இந்த படத்தை பார்க்கும்போது அந்த பாட்டை ஃபீல் பண்ணும்போது உண்மையாலுமே சொல்றேன், உங்க ஃப்ரெண்ட்ஸை நீங்க நினைக்கலன்னா நான் இன்னும் நடிக்கிறதே விட்டுறேன். அப்படி தயவு செஞ்சு சொல்றேன், கேரளா மக்கள் எல்லாருக்கும் சொல்றேன், இல்லை வேர்ல்டு வைஸ் சொல்றேன், நான் இந்த படத்தை கண்டிப்பா பாருங்க. உங்களுக்கு பாஷை புரியலன்னா கூட யாரையும் கேட்டு தெரிஞ்சுக்கங்க. இந்த படம் பாருங்க, உங்களுக்கு நீங்க கொடுக்குற காசுக்கு 100% ஒர்த்தா இருக்கும். நாங்க அவ்வளோ கஷ்டப்பட்டுருக்கிறோம். அவர் சொன்ன மாதிரி தான் காலையில 2 மணி நேரம் 3 மணி நேரம் ஷூட் பண்ணுவோம், அப்புறம் பிரேக் விட்டுருவாங்க. நான் நடிக்கும் போது அப்படிதான் நினைச்சேன், மலையாள படம் கொஞ்சம் பட்ஜெட்ல பண்ணுவாங்க, இவ்வளோ டைம் வேஸ்ட் பண்றாங்களே அப்படின்னு. ஆனால் படம் பார்க்கும்போது அதெல்லாம் மறந்துட்டேன். இது மலையாள படமா இல்லை தமிழ் படமா இல்லை ஹாலிவுட் படமாங்கிற மாதிரி இருந்தது. உண்மையாலுமே செட் ஒர்க் எல்லாம் எது செட்டு எங்களுக்கே நம்ப முடியல. எந்த பாறையில நாங்கள் நிற்கலாம், எந்த பாறையில் உட்காரலாம், எங்களுக்கு எதுவுமே தெரியல. நாங்கள் சேலஞ்சு பண்ண ஒருத்தர்கிட்ட 500 ரூபாய் சேலஞ்சு பண்ண, இது உண்மையாக நடந்தது. 500 ரூபாய் சேலஞ்ச் பண்ண, ஒரு ரோடு செட்டு போட்டிருந்தாங்க, ஒரு கல் இருந்தது. அந்த கல் வந்து நான் வந்து செட்டுன்னா அவர் இல்லைனாரு. 500 ரூபாய் சேலஞ்சுனா உண்மையில நான் வின் பண்ண செட்டு, அது நம்ப மாட்டேங்க, அப்படி இருந்தது, தத்ரூபமாக இருந்தது. அந்த பார்க்குற அந்த மரம் கூட செட்டு தான். நீங்கள் நம்ப மாட்டீங்க, உண்மையாக அவ்வளோ நீங்கள் கண்டிப்பாக நீங்கள் கொடுக்குற காசுக்கு ஒர்த்தாக இருக்கும் இந்த படம். எல்லாரும் தேட்டரில் போய் பாருங்கள், எங்களை சப்போர்ட் பண்ணுங்கள். அப்போ தான் இந்த மாதிரி படத்தை நீங்கள் கண்டிப்பாக ரெகுலராக பார்க்க முடியும். இந்த டீமும் வந்து அடுத்தடுத்து படம் பண்ணுறதுக்கு உங்களோட ஹெல்ப் ரொம்ப முக்கியமாக இருக்கும். தேங்க்யூ, நன்றி. മഞ്ഞ മെമ്പേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മനുതരോടുള്ള അതെയും താണ്ടി പിടിന്തമാണ്. അത്രയും മഞ്ഞ മെമ്പേഴ്സിനെ പറ്റി പറയാനുള്ളത്. നിങ്ങളെല്ലാവരും പോയി പടം കാണാം, തിയേറ്ററിൽ പോയി പടം കാണാം, അത് ഞങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക, അത് പറയാനുള്ളൂ. വിഷ്ണു രഘു, നമസ്കാരം. ഏതാണ് മറ്റേ ഓക്കെ. ഞാൻ ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ആളാണ്. ഇന്ന് പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ച് നോക്കണത് ഞാൻ. അങ്ങനൊരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് സിധു, സൗബിക, ഗണപതി അവർ കാരണം ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് ഈ സിനിമയിൽ. ഞാൻ കടന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവരും അഭിരാം പൊതുവാണ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇത്രയും പ്രഗത്ഭരായ കലാകാരന്മാരുടെ കൂടെ ഈ വേദി പങ്കിടാൻ പറ്റിയത് വളരെയധികം സന്തോഷം, വളരെയധികം സന്തോഷം. ഇന്ന് ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഞാനും ആദ്യമായിട്ടാണ് ഇന്ന് ഈ സിനിമയുടെ ഒരു ഫൈനൽ ഔട്ട് കാണുന്നത്.
സാധാരണ നമ്മൾ അഭിനയിക്കുന്ന സിനിമകൾ നമ്മൾ കാണാൻ പോകുന്ന പതിവുണ്ടെങ്കിലും ഇന്ന് ഈ സിനിമ കണ്ട് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഉള്ളു മനസ്സും കണ്ണും നിറഞ്ഞിട്ട് ചിദംബരം ഗ്രേറ്റ് ജോബ് ഇവിടെ. മികച്ച സിനിമയാണ്. മലയാളത്തിലെന്നല്ല ഈ ലോകത്തിന് തന്നെ ചിദംബരം, സൗബിയും, ഷോൺ ആന്റണിയും, അജേട്ടനും, ബാസിയും, സുഷിനും, ഗണവും എല്ലാവരും കൂടെ സമ്മാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമാകാൻ പറ്റിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വിജയ് സാറും പറഞ്ഞതുപോലെ ഇതിൽ ഒരു ലോക സിനിമയായിട്ട് തന്നെ അറിയപ്പെടട്ടെ. അത്രേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. എനിക്ക് സിനിമ ഷിജിൻ ഹട്ടൻ, ഫസൽ ബക്കർ, നമ്മുടെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, ശ്രീരാമൻ വിളിച്ചു, ഓൾറെഡി വിളിച്ചു. ആൻഡ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ശ്രീരാഗിന്റെ ഈ പടത്തിന് വേണ്ടി രാവും പകലൊന്നും ഇല്ലാതെ ഓടി നടന്ന് മിഡിൽ ഫിംഗർ പോയ ഒരു മനുഷ്യനാണ്. ഷിജിൻ എനിക്ക് പരിചയപ്പെടുത്താം. അതായത് ഷിജിൻ ഞാൻ ആക്ച്വലി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ എൻ്റെ സീനിയറായിരുന്നു. അപ്പോൾ പുള്ളിനെ കണ്ടിട്ടൊക്കെയാണ് ഞാൻ ആക്ച്വലി ഫ്രൂട്ടി ലൂപ്സിലോട്ട് കയറുന്നതും. എൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ ആയിരുന്നു ഈ പുള്ളി. ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഫസൽക്കായിട്ട് വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ സംസാരിക്കുക. അങ്ങനെ നമ്മുടെ കുടുംബ സ്റ്റുഡിയോക്കാരനായ വിക്കി സപ്ത സ്റ്റുഡിയോയുടെ മുതലാളി പ്രൊപ്പറേറ്ററുമായ വിക്കി. എന്താ പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം നോർമലി ആക്ച്വലി സൗണ്ട് ഡിസൈനേഴ്സ് അതുപോലെ ടെക്നീഷ്യൻസ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാറില്ല. ഞാൻ കൂടുതലും ഹിന്ദി പടങ്ങൾ ചെയ്തിട്ട് ഒരാളാണ്. അപ്പോൾ വളരെ കുറച്ച് മലയാളം പടമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സുഷിനാണ് എന്നെ ആക്ച്വലി ഈ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് വിളിച്ചത്. പിന്നെ ചിതുപോലുള്ള ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയത് ഒരു വലിയ ഭാഗ്യം. അല്ല, ഷിജിൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ അത് ചുമ്മാ കാക്കയുടെ സൗണ്ട് ഇടാനാണ് എന്നെ വിളിക്കേണ്ടത്. നല്ല പരിപാടി എന്നെ വിളിച്ചത് അതാണ് ഷിജിൻ വിളിച്ചത്. അപ്പം എല്ലാം അടിപൊളിയായിട്ട് വന്നതിന് നല്ല ഒരു ഹാപ്പിയാണ്. അല്ല, അത് എനിക്കും പറയാനുള്ളത് ഒരുപാട് സിനിമകൾ മിക്സ് ചെയ്ത് ഒരുപാട് സിനിമകൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മിക്സിംഗ് ഇഞ്ചിനിയറും ഇങ്ങനത്തെ ഒരു പ്രസ് മീറ്റിൽ ഇങ്ങനെ വിളിച്ചത്, ഇവിടെ ഇങ്ങനെ ഒരു ഇത് കിട്ടിയത് വളരെയധികം ഒന്നുമില്ല. ചിതുവിന്റെ ഫ്രണ്ടാണ്. ചിതുവിന് മുന്നത്തെ പടം ചെയ്ത സൗണ്ട് ഡിസൈനറുടെ ഇത് എന്താ പറയുക, മഞ്ഞുമേലിന്റെ വർക്ക് അല്ലെങ്കിൽ പോലും ഞാൻ മഞ്ഞുമേലിന്റെ ഒരു ഭാഗമാണ്. അത് തുടക്കം മുതൽ അവസാനം വരെ ഞാൻ അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം ആഘോഷിക്കുന്നു. ഇവരുടെ എല്ലാവരും കൂടെ അധികം സന്തോഷം. താങ്ക് യു. പിന്നെ അതുപോലെ മഞ്ഞൾ ബോയ്സിൽ രണ്ട് എന്താ പറയുക, ഒരു ദിവസം നടക്കുന്നൊരു കഥയാണ്. പക്ഷെ അത് കോസ്റ്റ്യൂം ചെയ്യുന്ന വെച്ചെങ്കിൽ ആ കോസ്റ്റ്യൂമിന് കാരണം നമ്മളെല്ലാവരും 11 പേര് എല്ലാവർക്കും ഓരോ സെയിം ഡ്രസ്സാണെങ്കിൽ പോലും അത് ഈ പറയുന്ന 103 ദിവസം സെയിം ഡ്രസ്സ് നമ്മളല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അതിൽ കാരണം ഇടയിലിടയിൽ ഓരോരുത്തർ സൈസ് മാറുന്നുണ്ട് കോസ്റ്റ്യൂമിൻ്റെ. കാരണം കുറച്ച് നാളായിരുന്നു. അതിനനുസരിച്ച് നമ്മുടെ കൂടെ നിന്ന് മഷറാണ് നമ്മുടെ കോസ്റ്റ്യൂം. ഞാൻ അതിൽ വേറെ എന്തെങ്കിലും പോയിട്ടുണ്ട്. കാരണം ആ കാല സമയം, അതിൻ്റെ ഇയർ 2006 ആ സമയത്ത് വരുന്ന എല്ലാ കാര്യത്തിലും ഭയങ്കര സത്യമായിട്ടും അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്. കാരണം ഒറ്റ കോസ്റ്റ്യൂം കാണുമ്പോൾ ഒറ്റ കോസ്റ്റ്യൂം കാണും. പക്ഷെ അത് മുഴുതിയിലും എന്താ പറയുക, അതിൻ്റെ കൂടെ നിൽക്കാന്ന് പറയുന്നത് അതിനെ നന്നായിട്ട് അതിൻ്റെ ഫെയ്ഡ്, അതിൻ്റെ എന്താ പറയുക, നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ പടത്തിന് സ്റ്റില്ലെടുത്ത രോഹിത്. ഇതിന്റെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ രോഹിത് കയറും. ആ കൂട്ടത്തിൽ മാഷ് സംസാരിക്കും. താങ്ക് യു ചിദംബരം, സൗബിക.
ഈ സിനിമയിലെ കോസ്റ്റ്യൂം ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മെയിൻലി ഇവർ ടൂർ പോയതിൻ്റെയൊക്കെ ഒറിജിനൽ ആൽബം ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ സമയത്ത്. അപ്പോൾ എന്തായിരുന്നു ആ സമയത്ത് ആ ഒരു ടൈമിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ക്ലോത്ത്സുകളും വാച്ചുകൾ ഫുഡ് വെയർസ് അതൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ശരിക്കും ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു സാധനം ഉണ്ടായിരുന്നു ഓൾറെഡി. ആ സിനിമ തീരുന്ന സമയത്ത് കാണിക്കുന്ന ആ ആൽബം ഫോട്ടോസിൽ വരുന്ന ഫോട്ടോസാണ് ഈ സിനിമയുടെ ഒരു ടോട്ടൽ റെഫറൻസ്. അത് വെച്ചിട്ടാണ് ഈ പടം ടോട്ടലി വർക്ക് ചെയ്തിട്ടുള്ളത്. സോ സിനിമ ഹാപ്പിയാണ്, സന്തോഷമുണ്ട് സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിലും വർക്ക് ചെയ്യാൻ പറ്റിയതിലും. താങ്ക് യു. താങ്ക് യു ചിരുവായി സൗമിക. എന്താ വെച്ചാൽ ഈ പടത്തിന് ഈ ചലഞ്ച് എന്ന് പറയുന്നത് ഈ 11 പേരെ ഒരുമിച്ച് പോസ്റ്റർ ഒറ്റ ഫ്രെയിം ആയിട്ട് കൊണ്ടുവരാനാണ് പറയുന്നത്. എനിക്കൊരു പ്രീ പ്രൊഡക്ഷനിൽ എന്താ പറയുക അവരുടെ ആൽബം തന്നു. പിന്നെ അത് നമുക്ക് ഷൂട്ട് ചെയ്യാം, നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റി. താങ്ക് യു. പോസ്റ്ററിന്റെ ടൈറ്റിൽ ഡിസൈനിങ്ങും ഈ പടത്തിന്റെ സ്റ്റോറി ഞാനീ പറഞ്ഞ സിനിമയുടെ പിന്നണി പരിപാടിയിലാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവർക്കൊക്കെയാണ് കൂടുതലും ഞാനുമായിട്ട് ഇൻട്രാക്ടിങ് അതൊക്കെ അവർക്കൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ ഇതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു എനിക്കൊരു മൈൽ സ്റ്റോൺ ഫിലിമാണ് മഞ്ഞുമല എന്ന് പറയുന്നത്. കാരണം ഈ പടത്തിൽ സൗമികയിടയ്ക്ക് പലർജിയോട് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട്, നീയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. ലൈക്ക് അങ്ങനെയാണ് എനിക്കിതിൻ്റെ ആദ്യം എനിക്ക് ഡോക്യുമെൻ്ററി അത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഈ സിറ്റുവേഷനിൽ നമ്മളൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് വേണ്ടി നമ്മൾ എന്തുവരെ പോകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ എന്നോട് തന്നെ ചോദിച്ചോളൂ, എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഒരു സീൻ വന്നാൽ ഞാൻ ചെയ്യുന്നത്. അവിടെയാണ് എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നതും. അങ്ങനെ ഇതിനകത്ത് ടൈറ്റിൽ പിന്നെ എന്നിട്ട് സ്റ്റോറി ബോർഡ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ് മീറ്റിലൊക്കെ വന്നിരിക്കാൻ പറ്റുന്നത്. ഒരു സത്യം സത്യം ഒരുപാട് നന്ദിയുണ്ട് ചിദംബരം, സൗമിക, എല്ലാവരും. പിന്നെ എന്താ പറയുക, നമുക്ക് ഒരു മൂടല്ലേ ഇങ്ങനെയുള്ള ഇത്ര അടിപൊളി ടെക്നീഷ്യന്മാരോട് നമ്മൾ അതിനകത്തുണ്ടെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. പടം നല്ലൊരു പടമാണ്. എൻ്റെ മനസ്സിലൊന്നല്ല, എൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ പടം ഒരു ഇമ്പോർട്ടൻ്റ് സിനിമയായിട്ടുണ്ടാവും. എല്ലാവരും കാണാം. താങ്ക് യു. ജാനമല്ലാണ് കണ്ടക്ടർ കൂടെ ഞാൻ ആദ്യം വർക്ക് ചെയ്തത്. പിന്നെ അതിനുശേഷം മഞ്ഞുമൽ ബോയ്സിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളത്. അതെ, ഞാൻ ആദ്യമായിട്ട് ശരിക്കും ഞാൻ ആദ്യമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഗണപതി ഒരു ഷോർട്ട് ഫിലിം കഴിഞ്ഞ കൊറോണ സമയത്ത് ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു വർക്ക് ഒരുമിച്ച് ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നെ അതിൽ നിന്ന് പരിചയപ്പെട്ടു, കൂടെ വർക്ക് ചെയ്തു. ശേഷം ജാനമണിലേക്ക് എല്ലാം വിളിച്ചു, വർക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചു. അതിലും വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ മഞ്ഞുമൽ ബോയ്സിലും വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ എന്താ ഇവിടെ നിന്ന് സംസാരിക്കും. താങ്ക് യു വെരി മച്ച്. ഹലോ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വെരി ഹാപ്പി. നമ്മളെല്ലാവരും ഒരു was an effort to stay true to the story that happened in 2006. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് കുറച്ച് പേര് പുറത്ത് പോയി, കൊടൈക്കനാലിൽ പോയി പരിപാടി നടത്തിയിട്ട് തിരിച്ചു വന്നതിൻ്റെ ഒരു കഥ പറയാനായിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ മഞ്ഞുമൽ ബോയ്സ് തന്നെയായിരുന്നു. അപ്പോൾ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ദി റിയൽ മഞ്ഞുമൽ ബോയ്സ്. And I invite all of them to stage. Kuttata, Sixen, Subhashetan, Tangi, Surichetan, all of you, Abhichetan, please all of you come. റിയൽ ആയിട്ടുള്ള മഞ്ഞൾ ബോയ്സ് നിങ്ങൾക്ക് കാണാൻ പോണേ. ഇതാണ് ശരിക്കുള്ള മഞ്ഞൾ ബോയ്സ്. Please put your hands together for
ഇത് നിങ്ങൾക്ക് ഇവരോട് എന്തെങ്കിലും ചോദിക്കാൻ ഇവരാണ് യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ്, റിയൽ ബോയ്സ്. ഹലോ, പേര് സിക്സൻ. ഹലോ, ഞാൻ സിക്സൻ. ബാലുവാണ് എൻ്റെ ക്യാരക്ടർ ചെയ്യണം. പിന്നെ ഫിലിമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, സൂപ്പർ. അതായത് അജിത് ചേട്ടൻ്റെ ഒരു ഒന്നും പറയാനില്ല, പുള്ളി ചെയ്ത വർക്ക് ഞങ്ങളവിടെ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഗുണം എടുത്തേക്കണേ പുള്ളി, ഒന്നും പറയാനില്ല, അടിപൊളി. പിന്നെ നമ്മളെ ഡയറക്ടർ ചിതു സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞല്ലേ, അടിപൊളി ഡയറക്ടർ ഉണ്ടാ, ഭാവിയിലെ നമ്പർ ഡയറക്ടറാ ചിതു. പിന്നെ നമ്മളെ ക്യാമറ ഷാജുക്കടെ അടിപൊളി സൂപ്പർ. പിന്നെ ആക്ടീസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇവരെ കാണാൻ പറ്റുമെന്നാ, ഇവരൊപ്പം ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്നാ നമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. ആഗ്രഹങ്ങൾ വലുതാണ്, സൂപ്പറായിട്ട് ഇവരൊപ്പം സംസാരിക്കാനും ഇവരൊപ്പം കൂടാനും എല്ലാ കാര്യത്തിലും കൂടി ഞാൻ സിനിമയിൽ ചെറിയൊരു ഡയലോഗും പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ഇത്, അടിപൊളി സൂപ്പർ. പിന്നെ ആ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയെ ഫസ്റ്റ് ദിവസം ഞങ്ങൾ കണ്ട് ഭയങ്കര ഇത് പറയാനാണ്, അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ആ ഒരു സുഭാഷ് എന്ന് വിളിക്കുന്ന സാധനം ഞാൻ കരഞ്ഞു പോയിട്ടാ. അത്രക്ക് മറ്റേ ഞാൻ എന്റെ ചങ്കോട്ട് വിളിച്ചാണ് എന്ന് വെച്ചാല് ഞങ്ങൾ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ചു കിട്ടണില്ല, ഒരു റെസ്പോണ്ടും ഇല്ല, ഒന്നുമില്ല. അവ അതിനിടയിൽ മഴയും പെയ്ത് എല്ലാം ചെയ്തപ്പോ സോറി. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു മനസ്സിൽ തട്ടിപ്പോയി. അടിപൊളി പരിപാടി, സൂപ്പർ. പിന്നെ എന്റെ ബാലു സൂപ്പർ അടിപൊളി കേട്ടാ. പിന്നെ ഫുൾ എനിക്ക് ഭയങ്കര പറയാൻ പറ്റുള്ള ഓക്കെ. എൻ്റെ പേര് സുജിത്ത്, അരുൺ കുര്യൻ്റെ ക്യാരക്ടറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വെരി കൺഗ്രാജുലേഷൻസ് ആൻഡ് താങ്ക്സ് ടു ദി എൻ്റയർ ടീം. സൗബിക, സിദ്ധു, ഗണപതി. അപ്പോൾ ഈ പറഞ്ഞ പോലെ സൗബിക ഈ ഒരു പടം ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു പടം ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരില്ല. കാരണം അത്രയും ടെക്നിക്കലി ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്ഷനിലായാലും എന്തിലായാലും ഇതിലേക്ക് ഒരു എഫേർട്ട് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ദി എൻ്റയർ ടീമിന് വെരി കൺഗ്രാജുലേഷൻസ്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഗണപതിയുടെ കാര്യം എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഈ പടം കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് സിനിമയായിട്ടല്ല തോന്നിയത്, റിയൽ ക്യാരക്ടേഴ്സാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഈ തമിഴിൽ നിന്നുള്ള ടെക്സ്റ്റായാലും അവരെല്ലാവരും അന്ന് ഞങ്ങൾ കണ്ട ആൾക്കാരെ തന്നെയാണോ ഇത് അത് എന്താ പറയുക, നമുക്കൊരു വെരി കൺഗ്രാജുലേഷൻസ്. ബാക്കി എൻ്റെ ടീം അജയൻ ചേട്ടൻ്റെ സെറ്റ് വർക്ക് അത് ഞങ്ങൾ ഇതുപോലെ ഫസ്റ്റ് ഞങ്ങൾ കൊടൈക്കനാൽ പോയിട്ടുണ്ടായി, അത് കഴിഞ്ഞ് സെറ്റിൽ പോയിട്ടുണ്ടായി. സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് ഈ അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇമോഷനാണ് ഞങ്ങൾക്ക് സെറ്റിലേക്ക് ചെന്നപ്പോൾ ആയതിനെ കിട്ടിയത്. അപ്പോൾ അത് അജയൻ ചേട്ടൻ. പിന്നെ സുഷിൻ സാറിന്റെ കേസ് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, സൗണ്ട്, മ്യൂസിക്, എൻ്റെ ടീം. താങ്ക് യു. അതെ, കാര്യം പറയാണ് അതിൽ നമ്മൾ ഈ സിനിമയിലോട്ട് നമ്മുടെ ഷോൺ ബേബിയാണ് പ്രൊഡ്യൂസർ. ഷോൺ ഇല്ലെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ അത് പറയണം. എന്ന് വെച്ചാൽ ഈ സിനിമയിലോട്ട് വരാനുള്ള കാര്യം ഷോൺ ബേബിയാണ്. ഷോൺ ബേബിയുടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് റോമിഷ്, നിങ്ങളത് പറയണം. അവൻ കാരണമാണ് കേട്ടോ ഈ സിനിമ എല്ലാവരും. അവനൊരു ക്ലാപ്പ് കൊടുക്കണം. നമ്മുടെ പയ്യനാണ് റോമിഷ്, നമ്മുടെ എന്താ പറയാ. പിന്നെ സുശീൽ സാമിന്റെ സംഗീതം സൂപ്പർ. ഞങ്ങ ആദ്യം മുതലേ ഞങ്ങൾ കൊടൈക്കനാൽ പോയിട്ടുണ്ടാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടുപോയതാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഒന്ന് കാണുന്നത്. സുശീലി സൂപ്പർ മുറ്റേ.
റിയൽ ഹീറോ കുട്ടൻ എന്നെ കൂട്ടുകാരെല്ലാം പിടിക്കുന്നത് കുട്ടൻ എന്നാണ്. അപ്പൊ വീണ്ടും എല്ലാവരും കൂട്ടുകാർ മാത്രമല്ല പൊതുവെ എല്ലാവരും എന്നെ കുട്ടാന്ന് വിളിക്കാൻ തുടങ്ങിയത്. എന്റെ സിജു കൂടെ വരുന്നത് പേരിപ്പോ എല്ലാവരും മറന്നു പോയിരിക്കുകയാണ്. പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 17 വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ്. അതുകൊണ്ട് ഇത് പടം ഞങ്ങൾ പടമായിട്ടല്ല ഞങ്ങൾ ഇത് കണ്ടത്, ഞങ്ങളുടെ ജീവിതമായിട്ട് തന്നെ കണ്ടത്. ആ ജീവിതം ഞങ്ങളുടെ ഡയറക്ടർ ചിതൂരി ഒരുപാട് അഭിനന്ദനങ്ങൾ പറയാണ്ട്, അത് പറഞ്ഞാൽ തീരൂല. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ആർട്ട് ഡയറക്ടർ അജയറിന്, കാരണം ഞങ്ങൾ സെറ്റിൽ വിളിച്ചപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോൾ ശരിക്കും ആ സെറ്റ് കണ്ട് കുറച്ചേരം അവിടെ ചെന്ന് നിന്നപോലെ ശരിക്കും മരവിച്ച് നിന്നുപോലെ ആയിപ്പോയി ഞങ്ങൾ അവിടെ. കാരണം ശരിക്കും ആ കൊടക്കനാലും ഗുണാക്കിയവർ എത്തിപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. അതുപോലെ തന്നെ ഈ പടം കണ്ടപ്പോൾ കരയൊന്നും വിചാരിച്ചിട്ടില്ലേ, കരഞ്ഞു പോയി അറിയാണ്ട് ജീവിതത്തിൽ സംഭവിച്ച കഥകൾ ഓർത്തപ്പോൾ ഒരുപാട് ട്രാജഡിയിലാണ് ഞങ്ങൾ അന്ന് കരയേറി വന്നത്. അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. താങ്ക്സ്. സുഭാഷ് റിയൽ സമയം. ആദ്യമായിട്ട് നന്ദി പറയുന്നത് ചിതു, ഗണപതി, ഷോൺ ബേബി, പിന്നെ റോണിഷ്. എല്ലാവരും പറയണ്ട, എല്ലാവരും പേര് എനിക്ക് കുറച്ച് ഓർമ്മക്കുറവുണ്ട്, അതൊന്നും പറയുന്നില്ല. ഈ സിനിമ എടുക്കാൻ വന്ന ആദ്യത്തെ ആൾക്കാർ ഇവരൊന്നുമല്ല, ഇവർ 4ാമത് വരുന്ന ആൾക്കാരാണ്. ഈ സിനിമ ഇതിനു മുമ്പ് ആൾക്കാർ എടുക്കാൻ പറ്റാതെ പോയത്, ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഗുണാക്കിയവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, കുറച്ച് കാശ് മുടക്കണം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അതിന് മുന്നേ വന്ന ആൾക്കാരൊന്നും സിനിമയ്ക്കത് പോയത്. അപ്പോൾ അത് ഇവര് സബീക, ഷോൺ ബേബി ഇവരൊക്കെ കൂടി കുറച്ച് കാശൊക്കെ മുടക്കിയിട്ട് ചെയ്ത് ഇത് നല്ലൊരു സൗഹൃദത്തിൻ്റെ സുഹൃത്തുക്കളെ എന്താണെന്ന് മനസ്സിലാവും. ഒരാളെ കളഞ്ഞിട്ട് വരാതെ അവര് ജീവനോടെ എന്നെ ഇവിടെ കൊണ്ടുവന്നു. കൂടുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇമോഷണലി പ്രശ്നം ക്യാമറ ഞാനത്. ഹലോ, എൻ്റെ പേര് ജിൻസൺ. വിഷ്ണു കോണയിൽ ഫിലിമിൽ എൻ്റെ റോൾ ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ക്യാമറ എൻ്റെ നേരെ എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ പോയി ആ ഫിലിം കണ്ടപ്പോൾ തോന്നിയത് ഏകദേശം ഒരു 18 വർഷം മുമ്പ് ഞങ്ങളെല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന അങ്ങനെ അന്തിച്ചു ഒരു സമയമുണ്ട്. അതായത് വീട്ടിൽ പോയപ്പോൾ ഇവനില്ലാണ്ട് വീട്ടിൽ പോകാൻ പറ്റുള്ള ഒന്നുമില്ല. അതെ, എന്റെ ബാസിക്കനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ബാസിക്ക ഞാനായിട്ട് ജീവിച്ചേക്കണല്ല, അഭിനയിച്ചേക്കണല്ല. താങ്ക്സ് ടു ബാസിക്ക. അത് കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു സന്തോഷമുണ്ട് മനസ്സിൽ. സെയിം ഫീലിംഗാണ് ഇന്ന് സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്റെ കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവറാണ്. അത് കഥാപാത്രമാണ് എൻ്റെ കാര്യത്തിലുമായി ചെയ്തേക്കുന്നത്. അത് ഞാൻ ചെയ്തേക്കുന്നത് ഇതിനകത്ത് എന്താണെന്നുള്ളത് എനിക്ക് ഈ ചിദംബരത്തിനും നമ്മുടെ ഗണപതിനൊക്കെ ഈ കറക്റ്റ് കഥാപാത്രം എങ്ങനെ ഒപ്പിച്ചെന്നാണ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. നമ്മുടെ ഗാന്ധിമാരുടെ കഷണ്ടിയൊക്കെ എനിക്ക് അറിയാനുണ്ട്. അത് എങ്ങനെ കറക്റ്റ് ഈ 10-15 കഥാപാത്രത്തിനെ എങ്ങനെ കറക്റ്റായിട്ട് ഒപ്പിച്ചെന്നുള്ളതാണ് സമ്മതിക്കേണ്ടത്. അതൊക്കെ വലിയൊരു പിന്നെ ഞങ്ങൾ അനുഭവിച്ചത് ഒരു ജീവിതാഭിലാഷവും ഞങ്ങളാ ഈ അനുഭവിച്ച് ഞങ്ങൾ കഷ്ടപ്പാട് അനുഭവിച്ചത് അത്രയ്ക്ക് ബുദ്ധിമുട്ട് നമ്മുടെ ആ കൊടൈക്കനാൽ അനുഭവിച്ചത്. പിന്നെ പോലീസുകാർ കണ്ട ഇത് യഥാർത്ഥ പോലീസുകാരനല്ലെങ്കിൽ പോലും, പക്ഷെ അന്ന് ഞങ്ങൾ ഒരുപാട് പോലീസുകാരെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങളാണ്. അതിന് വേണ്ടി ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങൾ അടിക്കുകയും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ എല്ലാവർക്കും ഇതിനകത്ത് സോമിക്കാം എല്ലാവർക്കും കൂടെ എനിക്ക് എല്ലാവർക്കും സന്തോഷം. ഈ സിനിമയിൽ കാണാവുന്ന എല്ലാവരുടെയും സന്തോഷം. നന്ദി എൻ്റെ കാര്യം.
എങ്ങനെയായിരുന്നു? കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേപോലെ ആയിരുന്നു. അതായത് കാര്യം നന്ദി. എന്റെ അമ്മയുടെ പേരാണ് തങ്ങിയത്. കുറെ കണ്ണന്മാരുള്ളതുകൊണ്ട് പിന്നെ അറിയാൻ വേണ്ടി തങ്കിയെന്ന് കുറിച്ച് അങ്ങനെ ആയതാണ് തങ്കി കണ്ണൻ. അമ്മയുടെ പേരാണ് തങ്ങിയത്. വളരെ സന്തോഷമുണ്ട് സിനിമ ഇങ്ങനെ ആക്കിയത്. നമ്മള് ഈ ഇത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങള് ഈ പള്ളിയിലെ അച്ഛനെല്ലാം വിളിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആൾക്കാരോടൊക്കെ പറയാറുണ്ട് ഇങ്ങനെയൊക്കെ സംഭവം. പക്ഷെ ആരും അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തോണ്ടില്ല. ഈ കുഴിയുടെ ഇത് എന്താണ് ഇതാകുമ്പോൾ ആർക്കും വലിയ ഒന്നുമില്ല. അല്ലാതെ നമ്മളെ പിടിച്ചിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെയെന്നുള്ളത്. അപ്പൊ അതിന് വളരെ സന്തോഷമുണ്ട്. ചുരുക്കോട് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുധീഷ്. എൻ്റെ അത് ഞങ്ങളവിടെ ശരിക്കും അനുഭവിച്ചേക്കണ സംഭവങ്ങൾ ഞങ്ങളവിടെ യഥാർത്ഥത്തിൽ അനുഭവിച്ചിരുന്ന സംഭവങ്ങൾ അതിൽ കൂടുതൽ ഞങ്ങളിവിടെ കാണാൻ പറ്റി. മാക്സിമം ചെയ്തു അതിനുവേണ്ടി എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുമേഷ്. സദു എന്നുള്ള ക്യാരക്ടറാണ്. ആക്ച്വലി ഈ ട്രിപ്പിന് പോവാത്ത ഒരാള് ഞാനാണ്. ലാസ്റ്റ് മിനിറ്റിൽ ട്രിപ്പ് ചെയ്ത് ഒഴിവാകുന്ന ആള് ഞാനാണ്. എന്നെ സംബന്ധിച്ച് എന്താ പറയുക, ഇവർ അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ നേരിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ടാവുന്നു. അവിടുന്ന് വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ ആ ഒരു 2 മിനിറ്റ് ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കറിയാം. അപ്പോൾ അവർ ഈ 3 മണിക്കൂർ ഇവരനുഭവിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ്. അതായത് ഇവരുടെ ക്യാരക്ടേഴ്സ് അറിയാവുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ സിനിമയിൽ ഇവരെ കാണിക്കുന്ന ക്യാരക്ടർ ഇവരുടെ എന്താ പറയുക മാനറിസങ്ങൾ അല്ലെങ്കിൽ ഇവരനുഭവിച്ച ഇവരുടെ ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതെന്ത് എങ്ങനെയാണോ ഡയറക്ടറിൻ്റെ ആണോ കാസ്റ്റിങ്ങിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പല സീനുകളും നമ്മൾ കാണുന്നത് ഇവരെ തന്നെയാണ് നേരിട്ട് കാണുന്നത്. ആദ്യത്തെ മീറ്റിങ്ങിൽ ശരിക്കും ആദ്യത്തെ മീറ്റിങ്ങിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയും ഇവർ നമ്മളെ ആവാഹിച്ചു വഴി. 2ാമത്തെ മീറ്റിങ്ങിൽ ഇവർ ശരിക്കും മഞ്ഞുമൽ ബോയ്സ് ആയി. അതായത് ഞങ്ങളാണോ മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ ഇവരാണോ മഞ്ഞുമൽ ബോയ്സ് എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒരു ദിവസം വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഞാൻ ഓടിച്ചെല്ലാണ് സ്റ്റാർസിനെ കാണാൻ വേണ്ടി. ഓടിച്ചെല്ലുമ്പോൾ ഒരാൾ കാവുകൊണ്ടെടുത്ത് ആ അരമതിലയിൽ ഇരിപ്പുണ്ട്. 2 പേര് കട്ടിലെ കിടപ്പുണ്ട്. ബാസിയൊക്കെ എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിന്റെ മേളിൽ പാത്രം വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഗണപതി ആവുമ്പോൾ പാത്രം ഇങ്ങനെ എടുക്കളയുന്നുണ്ട്. അതായത് ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി പെരുമാറുന്നത് അതുപോലെയാണ് അവര്. അതായത് അവരത്രയും ഉൾക്കൊണ്ടിട്ടാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്തത്. അത് ഞങ്ങൾക്ക് ആ സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അത് ഞങ്ങളോട് ചിലപ്പോൾ മനസ്സിലാക്കാൻ വേറെ ആർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ ആ ഇമോഷൻസും ആ കാര്യങ്ങളും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് താങ്ക്സ്. ഹലോ, എൻ്റെ പേര് സിജു മഞ്ഞുമൽ എന്ന് പറയും. പിന്നെ എന്ത് പറയാനാണ്, ആ സിനിമ കണ്ടപ്പോ തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ചിദംബരവും ഇവരെല്ലാവരെയും കൂടി അവയവും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അത് ആകെ നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ വന്ന ആ കഥ സത്യമായിട്ട് തന്നെ അവര് അതിനകത്ത് ശരിയാക്കി ഞങ്ങളെ കൂടാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട്. പുള്ളി ഇപ്പൊ ഇല്ല, പുള്ളി ഖത്തറിലാണ്. പുള്ളി ഇതെല്ലാം
കാര്യം കൂടെ ഞങ്ങളുടെ സൂപ്പർ ഡാവാണ്ടാനില് ചങ്ങ് ബ്രോയാണ് വേറൊരു കാര്യം കേട്ടാ സിനർബാസി സൗബിക എല്ലാരോടും നമ്മുടെ കൂട്ടുകാരുണ്ട് അവരോട് വിളിച്ചാൽ റോണിഷ് അവരാണ് ഹലോ, ഈ സൗണ്ട് കേട്ടാ, ഈ ഒറ്റ സൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേട്ടില്ല. ഈ സൗണ്ടിന്റെ ഒറ്റ സൗണ്ടിലാണ് സുഭാഷ് കേട്ടത്, വിളി കേട്ടത്. നിങ്ങൾക്ക് ഈ സിനിമ മനസ്സിലാവും. ഇവന് പയ്യെ സംസാരിക്കാൻ അറിയാൻ പാടില്ല. റോണിഷിനോട് ഇവൻ കാരണം ഈ സിനിമ ഷോണിനോട് പറഞ്ഞിട്ട് നടക്കാനുള്ള കാരണം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റോണിഷ്. ഈ ഒരു വലിയ സിനിമക്ക് ഒരു കാരണക്കാരനാകാൻ സാധിച്ചതിൽ സന്തോഷം. വിവേക് കർഷക് കൂട്ടേട്ടൻ ഇവിടെ ഉണ്ട്, ഇവിടെ കണ്ടുപോകുമ്പം ഉണ്ടോ കൂട്ടേട്ടാ? കൂട്ടേട്ടാ 2 വാക്ക് പറ. എന്റെ സീനൊക്കെ തൂക്കികളെ 2 വാക്ക് പറ. വളരെ സന്തോഷമായിട്ടാണ് സിനിമ ചെയ്യാൻ പറ്റിയത്. താങ്ക് യു ചെയ്തു. സൗബി, അലിപ്പേട്ട, ഷൈജു, ബാസി, എല്ലാവരും സോ ഹാപ്പി. സൂപ്പർ. ചുമ്മാ പറഞ്ഞ വിവേകകൃഷ്ണൻ ചെയ്ത മൂവിന്റെ ലിസ്റ്റ് എടുക്കുകയാണ്. അത് ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു നോർമൽ ഒരു സൗണ്ട് ട്രാക്കിലായിരിക്കും ടൈറ്റിൽസ് കാണിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു BGM ആയിട്ട് കാണിക്കുക. ഇത് ആ സോങ് തന്നെ ഇപ്പൊ ടൈറ്റിൽസ് തന്നെ ആരൊക്കെയാണ് ഏതൊക്കെയാണ് ആ സോങ് തന്നെ എൻഗേജ്ഡ് ആയിട്ട് കാണിക്കുന്നത്. അത് അങ്ങനെ എന്താണ് ഒരു ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആരുടെ ഐഡിയ ചെയ്യുന്നത്? നിങ്ങൾ ഉദ്ദേശിച്ചത് കുതന്ത്ര പാട്ടാണ് ഉദ്ദേശിച്ചത്? അല്ല, ടൈറ്റിൽ കൺമണിയല്ലേ? കൺമണി അത് അവരുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗുണം എന്താണ്, ആ പാട്ട് എന്താണെന്ന് റിഫ്രഷ് ചെയ്തിട്ട് പടത്തിൽ കയറ്റാൻ വേണ്ടിയാണ് അത് അവിടെ വെച്ചിരിക്കുന്നത്. അതിന്റെ ടൈറ്റിൽ ഗ്രാഫിക്സും ആ പാട്ട്, പിന്നെ പാട്ടിന്റെ ആ പാട്ടാണ് സിനിമയുടെ ഒരു മെയിൻ കോർ. അത് കഥാപരമായും സ്ക്രിപ്റ്റുപരമായും ആ പാട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പോൾ ആ പാട്ട് ഒന്ന് ടീസ് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ കാണിക്കുക എന്നുള്ളൊരു മനഃപൂർവ്വമായ തീരുമാനം തന്നെയായിരുന്നു. ആസ് എ പ്രൊഡ്യൂസർ, ആക്ടറായിട്ടല്ല, ആസ് എ പ്രൊഡ്യൂസർ ഈ പറഞ്ഞ പോലെ ഒരു വലിയ ബഡ്ജറ്റ് തന്നെ ആയിരിക്കണം. ഒരു 2 മണിക്കൂർ മാത്രം ഷൂട്ട് ചെയ്ത് ഇത്രയും കാസ്റ്റിനെ വെച്ച് ചെയ്യാൻ നോക്കാം. ടഫായിരുന്നു. അതായത് ഏതെങ്കിലും പോയിന്റിൽ സ്ട്രഗിൾ ചെയ്യുന്നു, ഇത് ചെയ്യുന്നത് എത്തിക്കാൻ പറ്റുമോ എന്നൊരു പോയിന്റ് തോന്നിയിരുന്നു. തുടക്കത്തിൽ ടഫായിരുന്നു. അങ്ങനെ ഷൂട്ട് ചെയ്ത് പോകാനായിട്ട് മുമ്പ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിന്റെ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ തുടങ്ങണം എന്നുള്ളൊരു ഓർഡറില്ല. കാരണം ഇതിന്റെ കഥ കാരണം ഇത് റിയൽ സ്റ്റോറി ആണല്ലോ. അതിൽ ഇതിന്റെ അകത്ത് എന്താ സംഭവിച്ചിരുന്നെങ്കിൽ പോലും നമുക്ക് അതിന്റെ പുറത്തുള്ള കാര്യം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അകത്ത് നടന്നിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സെറ്റിലാണെങ്കിൽ പോലും അതിന്റെ കുറേ കാര്യങ്ങൾ. അപ്പൊ എന്തെങ്കിലും ഒരു യെസ് പറഞ്ഞാലില്ല, എല്ലാം മുന്നോട്ട് പോകും. അപ്പൊ അതിന്റെ യെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊളിക്കാം എന്നുള്ള ശരിയാണ്. കാരണം ഈ പറയുന്ന സംഭവം കാരണം ചിന്തു അതിന് മുമ്പ് ഇവർ വെച്ചിട്ട് ഓരോരുത്തർ വെച്ചിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർ നമ്മുടെ ഇതിന് മുമ്പ് കഥയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന സെയിം ക്യാരക്ടറെ കുറിച്ചുള്ള ഡോക്യുമെന്ററി കാണാൻ നേരത്താണ് എന്തുമാത്രം അവർക്ക് അനുഭവിച്ചിരുന്നത്. കാരണം ഇതിൽ വീടിനിരിക്കുന്ന ആളോ രക്ഷപ്പെടുത്താൻ പോകുന്ന ആളോ അല്ലെങ്കിൽ പുറത്ത് എല്ലാവർക്കും ഭയങ്കര അപ്പൊ അതെങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പിന്നെ ആലോചിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ലൈക്ക് അതെങ്ങനെ ഒരു ഫിലിമാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലും പിന്നെ അതിൻ്റെ ഒരു പിന്നെ അതായിരുന്നു. കാരണം പറവോളത്തെ ഒരു പടം ചെയ്ത് ഡയറക്ടറിന് ശേഷം ഇങ്ങനത്തെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ബുദ്ധി അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു ചാക്കുറ്റൊന്നും പോയി എനിക്കിപ്പോൾ തുറന്നു പോരാൻ പറ്റും. ഇപ്പോൾ സുഷി പറഞ്ഞ പോലെ തന്നെ എനിക്കും ഈ പടം പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ ചാക്കുറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ കഥ തന്നെയാണ് അല്ലേ? അത് തന്നെയാണ്. ഞാനത് ഇങ്ങനെ വന്നു ചേർന്നതും ഇവരെ അറിയിപ്പിക്കുന്ന വളരെ സന്തോഷം. അത് നന്നായിട്ട് വന്നതിൽ ഏറ്റവും വലിയ സന്തോഷം വിചാരിക്കാൻ. ഇവരനുഭവിച്ചതിൻ്റെ ഒരു 98-97% ആള് കിട്ടിയിട്ടുണ്ട്. അത്രയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം.
ഈ നിമിഷം ചെലവായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഡയറക്ടേഴ്സിന്റെ ഒരു കൊളാബറേഷൻ ഒരു ക്രിയേറ്റീവ് കൊളാബറേഷൻ കൂടെയാണ്. ഇപ്പൊ മറ്റ് ഇൻഡസ്ട്രികൾ നോക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാത്തൊരു കാര്യമാണ് എവിടെ സംഭവിക്കുന്നത് ക്രിയേറ്റീവായിട്ട്. സോ എങ്ങനെ ഒരു ഡയറക്ടേഴ്സ് സെറ്റിൽ ഉണ്ടാവുന്ന ഒരു എഫക്റ്റീവ്നെസ് എന്തായിരിക്കും? ശരിക്കും ഇപ്പോൾ റീമിയിലൂടെ റഹ്മാൻ മഞ്ഞൊരു ക്യാരക്ടർ പറവയിൽ അഭിനയിച്ചിട്ടുണ്ട്. റഹ്മാൻ തല്ലുമാളുടെയും അതുപോലെ ജീന് രണ്ടുപേരും ഇവിടെ ഇല്ല. അത് രണ്ടുപേരും ഭയങ്കര വലിയ കൊമേഴ്ഷ്യൽ വാല്യൂള്ള ഡയറക്ടേഴ്സാണ്. അവർ രണ്ടുപേരും ഫിലിമിച്ച ആൾക്കാർ. അവർ രണ്ടുപേരും ആക്ട് ചെയ്ത് വെച്ചാൽ അവർ നമ്മൾ ഫ്രണ്ട്സാണ്. കാരണം ഇവിടെ നമുക്ക് വേണ്ടത് ഇത് ആക്ട് ചെയ്യാനുള്ള ആൾക്കാരല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം. നമ്മൾ പരസ്പരം കാണേണ്ട എല്ലാവരും അറിയാവുന്ന ആൾക്കാർ വേണം. ഇവരെ പോലെ തന്നെ എങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈ മൂവി അല്ലേ അത് ഏറ്റവും വലിയ കാര്യം ഗണുവിൻ്റെ ഒരു കാസ്റ്റിംഗ് തന്നെയാണ്. കാരണം ഗണു അത് നോക്കിയിട്ട് അതിന് ആരൊക്കെയാണ് എങ്ങനെയാണ് നമ്മളെല്ലാവരും ഉള്ളതെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കും. അങ്ങനെ കാസ്റ്റിങ്ങുള്ളൂ. കാരണം അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. കാരണം അല്ലാണ്ട് നമുക്ക് ഒരാൾക്കൊരു ഇതാവില്ല. കാരണം ഈ കയ്യിൽ അല്ലെങ്കിൽ നമുക്ക് പരിചയം കൊടുക്കാൻ അങ്ങനത്തെ ചെറുപ്പമില്ല എല്ലാവർക്കും. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാർ ഇവരെ പോലെ ആവണം. അത് ഫിലിമിന് മുമ്പേ ആവണം. അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അത് ഗവൺമെൻറ് ഏറ്റവും വലിയൊരു പരിപാടിയാണ്. ഒരു സൈഡില് ഇവരനുഭവിച്ച ഇൻസിഡന്റ്, പിന്നെ അതോടൊപ്പം തന്നെ ആ ഒരു ഇമോഷൻ, അപ്പുറത്തെ സൈഡിൽ ഇതിനൊരു കൊമേഴ്ഷ്യലായിട്ട് ഒരു വിഷ്വൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് അത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു? ശരിക്കും അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞില്ല. ശരിക്കും എനിക്ക് പോലും അതായിരുന്നു ചലഞ്ച്. അത് ചെയ്ത് സംസാരിക്കാൻ കുറച്ചും കൂടി. കാരണം നമ്മൾ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുള്ള പറഞ്ഞത്. കാരണം ഇപ്പോൾ ഇവർ പോലും ഫിലിം കാണുന്ന വെച്ചാൽ ഇപ്പോൾ ഫിലിം ഇറങ്ങാൻ മുമ്പാണെങ്കിൽ പോലും ഇവരെ ഞങ്ങൾ ഓരോരോ ക്യാരക്ടേഴ്സും, കാരണം എന്ന് വെച്ചാൽ ഞാനാണെങ്കിലും ഭാഷയാണെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സിനും ചില സീൻസിനെക്കാട്ടി മുമ്പ് ഇവരെ പേഴ്സണലി വിളിച്ച് സംസാരിക്കാറുണ്ട്. എന്താണ് ആ സമയത്ത് സംഭവിച്ചത്. അപ്പോൾ അവർ പറയുന്ന കാര്യത്തിലല്ലേ ഒന്നും അറിയില്ല മച്ചാലെ, എന്തോ ഒരു ഇതാണോ, അല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അത് നമുക്ക് കിട്ടുന്നില്ല. അതെങ്ങനെയാണ് അത് ചിതുവിൻ്റെ കയ്യിലേക്ക് ഇത് കാര്യമാണ്. ആൻസർ ചിതുവിനെ പറയുമായിരിക്കും അല്ലേ? അല്ല, ഒരു സൈഡിൽ ഇവർ അനുഭവിച്ച ഇൻസിഡന്റ്, ഈ ഒരു ഇമോഷൻ ബേസിക്കലി, അതോടൊപ്പം തന്നെ സത്യം പറഞ്ഞാൽ 11 വരെ ഉണ്ടെങ്കിൽ 11 പറഞ്ഞ പെർസ്പെക്റ്റീവ് അവർ കണ്ട കാഴ്ചകൾ ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ തന്നെ പല കഥകളായിരിക്കുമല്ലോ അവർക്ക് പറയാനുള്ളത്. അതെ, ഞാനത് പല കഥകൾ എക്സാക്ട്ലി. അതായത് ഞാൻ ഈ 11 പേര് ഫസ്റ്റ് ഇന്റർവ്യൂലാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. 11 പേര് ഈ പോലീസുകാരുടെ രീതി പോലെ മാറ്റി ചോദ്യം ചെയ്യാന്ന് പറയുന്നത്. അതായത് 11 പേര് ഇൻഡിവിജ്വൽ, ഇപ്പൊ 11 പേരുടെയും വേറിട്ട പെർസ്പെക്റ്റീവ്, അവരെന്താണ് കണ്ടത്. അപ്പൊ അത് ഓരോരുത്തരുടെയും ഭയങ്കര സബ്ജക്റ്റീവ്. അത് ക്യാരക്ടർ ബിൽഡിങ്ങിന് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അപ്പം ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ്, അവർ ഒരു ഇൻസിഡന്റ് അവരെങ്ങനെ നോക്കി കാണുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാക്കിയൊരു പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, ബാക്കി ഈ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഫുൾ ഇന്റർവ്യൂസ് കൊടുക്കില്ല. അയാളുടെ കാസ്റ്റ് ചെയ്തോ പുള്ളിക്കാരുടെ ഇന്റർവ്യൂ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ പുള്ളിക്കാരുടെ പെർസ്പെക്റ്റീവ് മാത്രമേ ഇവർ കാണുള്ളൂ. അപ്പൊ അങ്ങനെ രീതിയിലാണ് നമ്മൾ ഇവർ ആക്ടേഴ്സിനെ ഇനീഷ്യേറ്റ് ചെയ്തത് ഈ ഒരു പ്രോസസ്സിലേക്ക്. അതിനെ കൊമേഴ്ഷ്യലായിട്ട് ചിന്തിക്കാൻ കൊമേഴ്ഷ്യൽ എക്സാക്ട്. അപ്പൊ അതാണ് ചോദ്യത്തിന്റെ മെയിൻ ചോദ്യം. അപ്പൊ അത് ഞാൻ അഡ്രസ് ചെയ്യപ്പെട്ടേ, സോറി. അപ്പം ഇത് കൊമേഴ്ഷ്യൽ ആക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വി ആർ സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി ഓൺ ദിസ്. അപ്പൊ അത് കൃത്യമായ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റും അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സ്വഭാവം വേണം. അപ്പൊ പക്ഷെ എന്നാലും കൊമേഴ്ഷ്യൽ ആക്കുമ്പോൾ ഇവർ അനുഭവിച്ച ജീവിതാനുഭവങ്ങൾ ഒരിക്കലും നമ്മൾ അത് മറച്ചൊടിക്കരുത്. അപ്പൊ അതൊരു ഫൈൻ ബാലൻസ് ആണ്. ഇവർ അനുഭവിച്ചത് എന്ത് കൊമേഴ്ഷ്യലോ എന്ത് വർക്കാവും. പിന്നെ സിനിമയുടെ ഒരു എന്താ പറയാ, ഒരു ടെമ്പോ ഉണ്ട്. ആ ടെമ്പോ ലൂസ് ചെയ്യാണ്ട് ഹൗ ടു അച്ചീവ് ഇറ്റ്, അതൊരു ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു. ഇറ്റ് ടുക്ക് ടൈം, ഓൾമോസ്റ്റ് എ ഇയർ ടു അറൈവ് ടു ദ സ്ക്രിപ്റ്റ്. ഇപ്പൊ ക്യാരക്ടേഴ്സ് ഇപ്പം ഗണപതി ചൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ തന്നെ 11 പേരും എൻ്റയർലി ഡിഫറെന്റ്, ഇവരിൽ നിന്നും എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ. അപ്പം ഈ മാനറിസം ഒക്കെ സെറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു ഇവരിൽ നിന്നും? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ഓരോ ആക്ട് ചെയ്യുന്നവർക്കും അവരുടെ സ്പെസിഫിക് ക്യാരക്ടേഴ്സിന് ഇന്റർവ്യൂ മാത്രം കൊടുത്തു. അപ്പൊ അത് 2 പ്രാവശ്യം കാണുമ്പോൾ പ്രൊഫഷണൽ ആക്ടേഴ്സ് അവർക്ക് മനസ്സിലാവും എന്താണ് ട്രേറ്റ്, എന്താണ് എന്നുള്ള പരിപാടി.
മനസ്സിലാവും. അപ്പം അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പ്രോസസ് അച്ചീവ് ചെയ്തത്. പിന്നെ ഫുള്ളായിട്ട് അതിലേക്ക് പോകാനും പറഞ്ഞില്ല, കാരണം പകുതിയാണ്, പകുതി ഇവരും പകുതി അവരും, അങ്ങനത്തെ ഒരു ബ്ലെൻഡിലാണ് പരിപാടി പോകുന്നത്. നോർമലി ഇതൊരു റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തൊരു സംഭവമാണല്ലോ. അപ്പോൾ റിയൽ ഇൻസിഡന്റ് വേണം. അപ്പോൾ ഒരു സിനിമയിലേക്ക് ആവുമ്പോൾ സിനിമാറ്റിക് എലമെന്റ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടൊരു ഫാന്റസി എലമെന്റ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും എലമെന്റ് ഉണ്ടോ, അതോ എന്തെങ്കിലും റിയൽ ആയിട്ട്? അത് ഞാൻ പറയില്ല, കാരണം അത് പറഞ്ഞാ പോയില്ലേ. അല്ല, അതിന് വേണ്ടിയിട്ട് റിയൽ ഇൻസിഡന്റ് കളയോ അങ്ങനെ ചെയ്തു ഒന്നും കളഞ്ഞിട്ടില്ല. ഇവരുടെ അനുഭവം എത്ര ഒന്നും ചോരാതെ കളയണം. അതില് നമ്മൾക്ക് സിനിമയുടെ ആവശ്യമായ കഥ പറച്ചിലിന്റെ ഒഴുക്കിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട്. അത് ഏതാണ് എന്താണെന്നുള്ളത് പറയുന്നത് ശരിയല്ല. സമയത്ത് അതിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നടന്ന സമയമായിരുന്നു വാസിയുടെ. അപ്പോൾ ആ സമയത്ത് പോലും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആസ് എ പ്രൊഡ്യൂസർ ഇതൊരു പ്രശ്നമായിട്ട് ആ സമയത്ത് വന്നിരുന്നു. ശരിക്കും പറഞ്ഞെങ്കിൽ ക്ലാസ്സിനവിടെ അത് ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ ചെയ്തോണ്ടിരുന്ന പോലെ ചെയ്യാൻ പറ്റും. ക്ലാസ് ആ സമയത്ത് ചെയ്തോണ്ടിരുന്ന ഈ പടം വേറെ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയൊന്നുമില്ല. ഇത് ക്ലാസ് പറഞ്ഞൊരു ഒരു ഭയങ്കര ആൻസർ അല്ലേ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സമയത്ത് കുറച്ച് കൂട്ടുകാരുണ്ടാവും. അതാണ് എൻ്റെ ഈ സിനിമ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി കുറേയധികം ഓടി നടന്ന് ഞങ്ങൾ ഒരു കൊല്ലം ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി സത്യം കിട്ടും. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ പോലും കാരണം ഏറ്റവും അവസാനം കേട്ട് പറഞ്ഞ ബാസി കേട്ടോ അപ്പോഴും നമ്മൾ ശരിയാകുമ്പോൾ നമ്മുടെ കൂട്ടുകാരുണ്ട്. അപ്പോഴാണ് ഞമ്മളെ എനിക്ക് മറ്റേ ഇതാണ് എന്നെ ബ്ലോക്ക് ചെയ്തത്. അപ്പോൾ വാ കൊണ്ട് നമ്മൾ അങ്ങനെ കാരണം നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായില്ല. കാരണം പരസ്പരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസ്റ്റിങ്ങിനാണെങ്കിൽ പോലും എന്തിനാണെങ്കിൽ പോലും നമ്മൾ ഇവരെ റോയിൽ പോകുന്നതായിട്ടായിരിക്കും ഇവരെ വർക്ക് സ്ഥലത്തിൻ്റെ ഒരു മരം പോലെയാണ് കാസ്റ്റിങ്ങിൻ്റെ ഒരു സാധനം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഈ മരത്തിൻ്റെ ഓരോ ചില്ലുകൾ പോലുള്ള ഓരോ ഫേസുകൾ മാറണം, ഓരോ ക്യാരക്ടേഴ്സ് മാറും. അപ്പോൾ ഇവനെ വിളിക്കും ഇതിപ്പോൾ മറ്റുള്ളയോ ഇപ്പം എന്തായി ഇല്ല അയാൾ ഡേറ്റ് ഇല്ല. കാരണം നമുക്ക് എല്ലാവരും കിട്ടണം, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കിട്ടണം, പക്ഷെ ഡേറ്റ് ഇല്ല. അങ്ങനെ തന്നെ പോയി ഏറ്റവും അവസാനം കറക്റ്റായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ ബോയ്സിലെ ഏറ്റവും പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ബാസിയാണ്. കാരണം അങ്ങനത്തെ ഒരു നല്ലൊരു ആക്ടറിനെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവനത് കറക്റ്റായിട്ട് അറിയാം ആ ഇമോഷൻ. അതുകൊണ്ടാണ് ഞങ്ങളെ സുഹൃത്തുക്കളെന്ന് പറയുന്നത്. കാരണത്തിൽ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാത്ത എന്തെങ്കിലും സംഭവം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അനുഭവിച്ചത് ഒരു 2.5 മണിക്കൂർ കൊണ്ട് അവർക്ക് ഫുള്ളായിട്ട് ഒരിക്കലും കാണിക്കാൻ പറ്റൂല. എന്നാലും കാണിക്കേണ്ട രീതിയിൽ നല്ലോണം ഉൾക്കൊണ്ടിട്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അനുഭവിച്ചത് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റൂല. സിദ്ധു ആണെങ്കിലും ഒരു എത്ര പ്രാവശ്യങ്ങളൊന്നുമല്ല ഒരുപാട് പ്രാവശ്യം ഞങ്ങളത് കഥ ചോദിച്ചു. പക്ഷെ ഓരോ പ്രാവശ്യം പറയുമ്പോഴും പുതിയ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടാവും. അങ്ങനെ ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തീർക്കാവുന്നതല്ല ഞങ്ങളെ കഥ. അതും ഒരിക്കലും പറഞ്ഞാൽ തീർക്കൂല. അത് അനുഭവിച്ചതാണ്, അത് പറഞ്ഞു തീർക്കാവുന്നതല്ല. അത് ഒരു ഇപ്പൊ ഞാൻ പറയാല ഒരു 95% വർക്കായിട്ടുണ്ടെന്നത്. ഇപ്പോഴത്തെ സുഭാഷ് സിരുവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു എന്നോട് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗനിക ശക്തിയുടെ പറ്റുമ്പോൾ 10-60 ദിവസമായല്ലോ, ഞാനൊരു 3 മണിക്കൂർ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. നിങ്ങളെ 40 ദിവസമായിട്ട് കയ്യിൽ തൂങ്ങിയിട്ടില്ല. സൗദിക ഇപ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് തിയേറ്റേഴ്സ് നല്ല കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നാളെ മുതൽ ഫിയോക്കിന്റെ തിയേറ്റേഴ്സിലെല്ലാം വിലക്കുകൾ മലയാള സിനിമ വിലക്കുകൾ. അപ്പം ഇനിയുള്ള മഞ്ഞൾ ബോയ്സിന്റെ ദിവസങ്ങൾ എങ്ങനെയാണ് കളക്ഷനെ ബാധിക്കാൻ ചാൻസസ് ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും നല്ല ഭംഗിയായിട്ട് പോയി കൊടുക്കുന്നത്. ഇപ്പോൾ എന്തോ ഒരു വ്യത്യാസം ഈ പറയുന്ന സമയത്ത് വന്നത് എല്ലാ പടത്തിലും നല്ല റിവ്യൂ, നല്ല എല്ലാ പടങ്ങളും. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ പടങ്ങൾ കാണുന്നില്ല. മലയാള സിനിമ ഇറക്കണില്ലാന്നല്ലേ പറയുന്നത്. ഇറങ്ങി കൊടുക്കുന്ന പടങ്ങൾ കാണാൻ പോയാൽ കുഴപ്പമുണ്ടോ? അതേപോലെ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ പർവ ഫിലിംസ് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതായത് അബ്രോഡ് പോകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പൊ അത് മഞ്ഞൾ ബോയ്സ് വിസിറ്റ് ചെയ്യുന്നുണ്ടോ, പുറത്ത് പോകുന്നുണ്ടോ എന്താണ്? ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പർവ ഫിലിംസിന്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു.
അബ്രോഡുള്ള കൺട്രീസിൽ മഞ്ഞുമൽ ബോയ്സ് ടു അബ്രോഡ് എന്നുള്ള രീതിയിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് അതിനെക്കാട്ടി കൂടുതൽ താല്പര്യമുണ്ട്. നമുക്ക് പണം പ്ലാൻ ചെയ്തിട്ട് ഒരുവിധം ഒക്കെ നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് വേറെ രീതിയിലുള്ള പ്രൊമോഷൻ വേണം, നമുക്ക് ചാർട്ട് ഫ്ലൈറ്റ് വേണം, അങ്ങനെയൊക്കെ ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ, അതൊരു കൊതിയാണ്. പക്ഷെ ഇത് എന്തോ അത് പരസ്യം മാത്രമൊന്നും നടക്കില്ല. താങ്ക് യു സോ മച്ച്. ஒருத்தவங்களுடைய வாழ்க்கையை லைவ் இப்படி ஒரு படமாக கொடுத்து இயக்குனருக்கு ஒரு சின்ன கௌரவம். தேங்க்யூ. ப்ரொடியூசர் சௌமிக் சார், வாங்க சார். ஷான் ஏட்டனை எங்கே காணோம்? ஷான் சார் எங்களை எல்லாம் நல்லா தமிழ் ஆர்டிஸ்ட்டை ரொம்ப நல்லா பார்த்துக்கிட்டாங்க. மலையாள இண்டஸ்ட்ரி எப்படி இருக்குமோ என்னமோ அப்படிங்கிற ஒரு ஃபீல்டில் வந்தோம். தமிழ் ஆக்டர்ஸ் அண்ட் அங்கேருந்து வந்த எல்லாத்துக்கும் நல்ல ஒத்துழைப்பு கொடுத்து மேனேஜர்ஸ் அண்ட் ஆல் டெக்னீஷியன் 24 கிராஃப்ட்டுக்கும் ரொம்ப தேங்க்ஸ். சௌமிக் சார், உங்களுக்கு என்னுடைய மனமார்ந்த நன்றிகள். படத்துடைய மிகப்பெரிய மியூசிக் டைரக்டர் அண்ட் ஆர்ட் டைரக்டர் ரெண்டு பேருமே வாங்க. வாங்க மஞ்சுமேல் பாய்ஸ் டீம் கொடுங்க. வாங்க வாங்க டீம், வாங்க மஞ்சுமேல் பாய்ஸ் டீம் வாங்க வாங்க, ரெண்டு பேருமே போடலாம், ஒன்றும் பிரச்சனை இல்லை. வாங்க ശരിക്കും പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സിന്റെ നെടുന്തൂൺ എന്ന് പറയുന്ന ഒരാൾ ആരാണ് പ്രൊഡ്യൂസർ ഷോണാണ് മഞ്ഞുമൽ ബോയ്സിന്റെ കഥ ചെയ്തെടുത്ത് പറയുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഷോണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ മഞ്ഞുമൽ ബോയ്സിന്റെ ഏറ്റവും വലിയ, എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ മഞ്ഞുമൽ ബോയ്സിന്റെ നെടുന്തൂൺ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇവിടെ വരെ എത്തിച്ചിരിക്കുന്ന ഷോണാണ്. നമസ്കാരം. ഷോൺ രണ്ടു വർഷം സംസാരിക്കുന്നത്. എല്ലാവരും താങ്ക് യു ഫോർ എവരിതിങ്. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.